ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അത് വരുന്നിങ്ങനെയാണ്: പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ്. രാഹുൽ ഗാന്ധി വോട്ടറധികാർ യാത്ര നയിക്കുന്നുണ്ട് ബീഹാറിൽ. അവിടെ നിന്നൊരു ചിത്രം, ആ ചിത്രം കൂടി ചേർത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം എഴുതുന്ന വരികൾ അത് ശ്രദ്ധിക്കണം: പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ്. അതായത് ഈ ഘട്ടത്തിൽ ഈ രാഹുൽ പറയാൻ ശ്രമിക്കുന്നത് താനൊരു കോൺഗ്രസ്സുകാരനാണ്. ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും തൻ്റെ പാർട്ടിക്കൂറ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ തന്നെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ മുതിരുന്നൊരവസ്ഥയുണ്ട്. അതിൽ തനിക്ക് അത്തരമൊരു സ്ഥിതി അതിൽ തനിക്ക് വേദനയുണ്ടെന്ന് രാഹുൽ പറയുകയുണ്ടായി. അപ്പോൾ ആ നിലപാട് മറ്റൊരു തരത്തിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം വെച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നേരത്തെ ഉണ്ടായ ചില സംഭവ വികാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന എന്നൊരു തരത്തിലാണ് ഇപ്പോൾ ആ ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നത്. തൻ്റെ പാർട്ടിക്കൂറ് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ KPCCയുടെയും ACCയുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുകയാണ് KPCC നേതൃത്വത്തോട് എന്നുള്ള ഒരു നിലപാട് കൂടി അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംസാരിച്ച് പോയതേ ഉള്ളുവല്ലോ, അതിനുശേഷമാണോ ഈ ഫേസ്ബുക്ക് കുറിപ്പ്? അതുതന്നെയാണ് ഉന്മേഷ്. സംസാരിച്ച റൂമിലേക്ക് പോയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അത് കുറച്ച് അധികം വൈകാരിക പ്രതികരണമാണ്. ഒരു രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണമുള്ളത്. ഈ പരിഹരിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, അങ്ങനെ വൈകാരികമായ ഒരു 4 വരികൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഫേസ് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അതായത് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും താൻ തിരിച്ചു വരുമെന്നുള്ള ഒരു സന്ദേശവും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന ഒരു മറുപടിയും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കുറിപ്പിലുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ അവന്തിക വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം നടത്തിയത്. രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ട്രെയിലർ മാത്രമാണ്, ഇനിയും കൂടുതൽ ഇത് സമാനമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട്, തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ കൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ പങ്കുവയ്ക്കാനുണ്ട്, അത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ രാഹുൽ ഇത്തരത്തിൽ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ അവന്തിക ഇതിന് മറുപടിയുമായി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് August 1 സന്ദേശമാണ് എന്നാണ് അവന്തികയുടെ മറുപടി. അതിനുശേഷമാണ് പ്രശ്നങ്ങളുണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവന്തിക ഇപ്പോൾ പറയുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന കാര്യം ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അപ്പോൾ പോലും രാഹുൽ ഓഡിയോ സന്ദേശവുമായാണ് രാഹുൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. കൂടുതൽ തെളിവുകളുണ്ടെന്നും രാഹുൽ ക്യാമ്പ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്ന, ഒരു പരോക്ഷമായി രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച ഫേസ് പോസ്റ്റാണ്. അതെങ്കിൽ കൂടി രാഹുലിന് പറയാനുള്ള ഒരു സന്ദേശം തന്നെയാണ് ആ പോസ്റ്റിലുള്ളത്. കോൺഗ്രസ് പാർട്ടി അതൊരു പാർട്ടിക്കൂറ് പ്രഖ്യാപനമാണല്ലോ. തന്നെ ഏതെല്ലാം തരത്തിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനങ്ങൾ, പൊതുസമൂഹത്തിൻ്റെ വിമർശനം, അതൊക്കെ ഉയരുന്ന ഒരു ഘട്ടമാണ്. അതെങ്ങനെയൊക്കെ ഉണ്ടായാലും താൻ പാർട്ടിക്കൊപ്പം താൻ ഉറച്ചു നിൽക്കും, തൻ്റെ പാർട്ടിക്കൂറ് പ്രഖ്യാപിക്കുക കൂടിയാണല്ലോ. ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ നേതൃത്വം എടുക്കാൻ പോകുന്ന ഒരു രാജ്യ തീരുമാനത്തെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള വൃഥാ ശ്രമമെന്നുകൂടി ഒരുപക്ഷെ കരുതിയേക്കുമല്ലോ. ഇതൊന്നും ആ നിലയ്ക്ക് മാധ്യമങ്ങളോട് വിശദീകരിച്ചുമില്ല രാഹുൽ. അതിനുശേഷമായിരുന്നുവല്ലോ ഈ FB പോസ്റ്റ്. ജയശങ്കർ, ഉന്മേഷ്, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇപ്പോൾ അത് നിലനിൽപ്പിൻ്റെ കൂടി ഒരു പോരാട്ടമാണ്. ആ പോരാട്ടങ്ങളുടെ ഭാഗമായാണ് രാഹുൽ ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം പുറത്ത് ആദ്യം വിടുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വൈകാരിക കുറിപ്പ്, അതായത് താൻ പാർട്ടിക്കാരനാണ്, പാർട്ടി ലൈനിനൊപ്പം തന്നെ ഉണ്ട് എന്നൊരു സന്ദേശം അദ്ദേഹം നൽകുന്നത്. ഇതെല്ലാം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെയും ഹൈക്കമാൻഡിനെയും ഒക്കെ തന്നെ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം ഉണ്ട്. ഒപ്പം തന്നെ ഒരു പ്രതിരോധം, തനിക്കെതിരെ ഒരു നടപടി വരുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ.
കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു ആകാംക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ട്. നാളെ വീണ്ടും രാഹുൽ സമാനമായ രീതിയിൽ ഏതെങ്കിലും ശബ്ദ സന്ദേശമായോ സ്ക്രീൻഷോട്ടായോ ഒക്കെ വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തങ്ങളുടെ പക്കലും ചിലതൊക്കെ ഉണ്ടെന്നാണ് രാഹുൽ ക്യാമ്പ് പറയുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് രാഹുൽ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ നേതൃത്വം ഇടപെട്ട് വിലക്കി. ഇന്ന് പക്ഷേ അത്തരത്തിലുള്ള ഒരു വിലക്കൊന്നും ഉണ്ടായില്ല. നേതൃത്വം രാഹുലിനെ വിളിച്ച് ആവശ്യപ്പെട്ട അറിയിച്ച ഒരേ ഒരു കാര്യം രാജിയാണ്. പക്ഷേ രാജിക്കാര്യത്തോട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അനുഭാവ നിലപാടില്ല. തൽക്കാലം രാജിക്കില്ല എന്ന് തന്നെയാണ് രാഹുലിന്റെ ഒരു നിലപാട്. പക്ഷേ അപ്പോൾ പോലും കോൺഗ്രസിൽ ഒരു വിഭാഗം അപ്പോഴും ജയശങ്കർ ഈ പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ് എന്നൊരു വലിയതിലുണ്ട്. ഇപ്പോൾ നേതൃത്വത്തിന്റെ കൃത്യമായ ഒരു സന്ദേശം അത് രാഹുലിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം AICC നേതൃത്വത്തിന്റെ പ്രതികരണം KC വേണുഗോപാലിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. KPCC നേതൃത്വത്തിന്റെ പ്രതികരണം അത് സണ്ണി ജോസഫിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ പദവികൾക്കപ്പുറവും അയാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുമ്പോൾ അത് രാജ്യസൂചനയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. തിരികെ